സൂസനെ കുറിച്ച് പറയുന്ന ദാനിയേലിന്റെ പുസ്തകത്തിലാണ്. ദാനിയേലിന്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തില് 2 ന്യായാധിപന്മാരുമായിട്ട് പാപം ചെയ്യാനായിട്ട് വിസമ്മതിച്ച് അവരുടെ ഇംഗിതത്തിന് സമ്മതിക്കാതെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനായിട്ട് അവൾ കൊലക്കളത്തിലേക്ക് പോകുമ്പോൾ അവളുടെ ഒരു കണ്ണുനീരുണ്ട്. വിശുദ്ധി കാത്തു സൂക്ഷിച്ച സൂസന്നയുടെ കണ്ണുനീരുണ്ട്. എല്ലാവരും അവളെ നോക്കി നിസ്സഹായയായിട്ട് നിൽക്കുമ്പോഴും ഈ ന്യായാധിപന്മാർ അട്ടഹസിക്കുമ്പോഴും ദൈവനീതിയെ പുച്ഛിച്ചു തള്ളുമ്പോഴും നിസ്സഹായതയോടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച സൂസന്ന സ്വർഗത്തിലേക്ക് നോക്കി കരയുമ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആദ്യമായിട്ടുള്ളൊരു ചോദ്യമാണ്, ആർക്കു വേണ്ടിയാണ് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത്? ജീവിതത്തിന് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ കൂടുതൽ ധ്യാനിക്കുമ്പോഴാണ് വിശുദ്ധി എന്ന പുണ്യത്തിൻ്റെ വില വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. ആർക്കു വേണ്ടി വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് വില നൽകിയുള്ള ജീവിതത്തിൻ്റെ പരിശുദ്ധി അത്ര വലുതാണ്. ജീവിതത്തിൽ ദൈവത്തിന് വില നൽകിയിട്ടുള്ള ഒരു വ്യക്തിയുടെ വിശുദ്ധി അത്ര വിലപ്പെട്ടതാണ്. അപ്പോഴാണ് ചിന്തിക്കുന്നത്, ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് എങ്കിൽ നീ കാലഘട്ടത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോഴും ദൈവം ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിധിയായിട്ട് കാണും. ദൈവ സ്നേഹത്തെ പ്രതി വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. രണ്ടാമത്തത്, ജീവിതാന്തസ്സിന് വില കൊടുക്കുന്നത് വഴിയായിട്ടുള്ള ഒരു അഭിഷേകം. വിശുദ്ധി ഒരു വിവാഹ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വിവാഹ ജീവിതത്തിന്റെ വില ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിലൂടെ നീ വർദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു കന്യകയായിട്ട് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു യുവാവ് വിശുദ്ധി ജീവിക്കുമ്പോൾ ആ വിശുദ്ധിക്ക് വില ആ യുവത്വത്തിന്റെ കാലഘട്ടത്തിലെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച് ഈ കാലഘട്ടത്തിന്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ പോകുമ്പോൾ നിനക്കുള്ളൊരു ഗ്രേസ് ഉണ്ട്, നിനക്ക് ദൈവം നൽകുന്ന ഒരു കൃപയുണ്ട്. ആ അഭിഷേകം വലിയ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മരക്ഷയ്ക്ക് വില കൊടുത്ത് ജീവിക്കുമ്പോഴാണ് ഈ വിശുദ്ധിയുടെ മൂല്യം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പല വിശുദ്ധരുടെയും ജീവിതത്തിന്റെ വിശുദ്ധിയുടെ പ്രധാനപ്പെട്ട കാരണം ജീവിതത്തിൽ ഈ നിത്യരക്ഷയ്ക്ക് വേണ്ടി ആത്മരക്ഷയ്ക്ക് വില കൊടുത്തുണ്ട്. അൽഫോൻസാമ്മയുടെ, ഉപ്രാസ്യാമ്മയുടെ, ജോൺ മരി വിയാനിയുടെ, പാത്രോപ്പിയോടെ ഇങ്ങനെ വിശുദ്ധരുടെ ജീവിതത്തിന്റെ പരിശുദ്ധി ഈ ആത്മരക്ഷയ്ക്ക് അത്രമാത്രം വില കൊടുത്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധി ഈ ഒരു കാലഘട്ടത്തിന്റെ അമൂല്യമായിട്ട് കണക്കാക്കണം. വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവര് കടന്നു പോകുന്ന വളരെ വേദനാജനകമായ ഇടങ്ങളിൽ ദൈവത്തിന്റെ പരിപാലന വ്യക്തമായിട്ട് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഈ സൂസന്നയുടെ പുസ്തകത്തിൽ, സൂസനെ കുറിച്ച് പറയുന്ന ദാനിയേലിന്റെ പുസ്തകത്തിലാണ്. ദാനിയേലിന്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തില് 2 ന്യായാധിപന്മാരുമായിട്ട് പാപം ചെയ്യാനായിട്ട് വിസമ്മതിച്ച് അവരുടെ ഇംഗിതത്തിന് സമ്മതിക്കാതെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനായിട്ട് അവൾ കൊലക്കളത്തിലേക്ക് പോകുമ്പോൾ അവളുടെ ഒരു കണ്ണുനീരുണ്ട്. വിശുദ്ധി കാത്തു സൂക്ഷിച്ച സൂസന്നയുടെ കണ്ണുനീരുണ്ട്. എല്ലാവരും അവളെ നോക്കി നിസ്സഹായയായിട്ട് നിൽക്കുമ്പോഴും ഈ ന്യായാധിപന്മാർ അട്ടഹസിക്കുമ്പോഴും ദൈവനീതിയെ പുച്ഛിച്ചു തള്ളുമ്പോഴും നിസ്സഹായതയോടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച സൂസന്ന സ്വർഗത്തിലേക്ക് നോക്കി കരയുമ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അവളുടെ കണ്ണുനീര് ദൈവസന്നിധിയിലെത്തി. ദാനിയേൽ എന്ന് പറഞ്ഞ ബാലന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ ദൈവം ഉണർത്തി. വിശുദ്ധി കാത്തു സൂക്ഷിച്ച് അപകടം മുന്നിൽ കണ്ട് കരഞ്ഞപ്പോൾ ആ കണ്ണുനീര് ദൈവസന്നിധിയിൽ എന്തുകൊണ്ടാണ് ആ കണ്ണുനീര് ദൈവസന്നിധിയിൽ എത്താൻ കാരണം? ദൈവം ആ കണ്ണുനീരിനെ മാനിച്ചതിന്റെ കാരണം അവള് ജീവിതത്തിൽ വിശുദ്ധിക്ക് കൊടുത്ത വിലയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വളരെ ദുഷ്കരമെന്ന് പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തില് നീ വിശുദ്ധിക്ക് വില കൊടുത്താൽ നിന്റെ ജീവിതത്തില് ഒരു പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ നീ ദൈവത്തിന്റെ നേരെ നോക്കുമ്പോൾ നിന്റെ വിശുദ്ധിക്ക് ദൈവം മാന്യത, നിന്റെ വിശുദ്ധിക്ക് വില നൽകുന്നത് കൊണ്ട് നീ ദൈവത്തിന്റെ നേരെ കണ്ണുയർത്തുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പായ കാര്യമാണ്. അതാണ് ദാനിയേൽ എന്ന് പറഞ്ഞ ബാലന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ ഉണർത്തി ആ സമയം തന്നെ അവളുടെ വിശുദ്ധിയെ പ്രൊട്ടക്ട് ചെയ്തത് നമുക്ക് കാണാനായിട്ട് കഴിയും. ബൈബിളിന്റെ ചരിത്രം മുഴുവൻ ഇങ്ങനെയാണ്. വിശുദ്ധി കാത്തു സൂക്ഷിച്ചവരെ സംരക്ഷിക്കുന്നുണ്ട്. വീണ്ടും ജോസഫിന്റെ പരിശുദ്ധിയുണ്ട്. പൊത്തിഫറിന്റെ ഭാര്യയുടെ ഇംഗിതത്തിന് വഴങ്ങാതെ ആ സാഹചര്യത്തിൽ ഓടി ഒളിക്കുന്ന ജോസഫിനെ കാണാനായിട്ട് കഴിയും. ആരുമില്ലാത്ത സാഹചര്യത്തില്, പാപം ചെയ്യാൻ അനുകൂലമായ അന്തരീക്ഷത്തില് അവൾ അവന്റെ വസ്ത്രത്തെ കയറി പിടിച്ചപ്പോൾ വസ്ത്രമിട്ട് ഓടിയ ജോസഫിന്റെ വിശുദ്ധിയുണ്ട്. അതേ പൊത്തിഫർ അവനെ കാരാഗ്രഹത്തിലിടുക. ആ കാരാഗ്രഹത്തിൽ ഇരുന്നാണ് ദൈവം ജോസഫിനോട് സംസാരിക്കുന്നത്.
ഈ പൊത്തിഫർ ചെയ്യാത്ത തെറ്റിന് ജോസഫിനെ കാരാഗ്രഹത്തിലിടുമ്പോൾ ഈ കാരാഗ്രഹത്തിൽ നിന്ന് കാരാഗ്രഹത്തിൽ നിന്ന് ജോസഫ് പോകുന്നത് ഈജിപ്തിന്റെ അധിപനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന നിനക്ക് കഷ്ടതകളുടെ മുമ്പിൽ ഒരു കുമ്പാരം പോലെ ഉയർന്നു പൊങ്ങിയാലും അതിന്റെ മുകളിൽ ദൈവം നിന്നെ ഉയർത്തി ജീവിതത്തിന് അർത്ഥവും വിലയുണ്ടെന്നും നിന്റെ വിശുദ്ധിക്ക് ദൈവം വില നൽകുമെന്ന് ഈ ഒരു കാലഘട്ടം നിന്നെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തില് വിശുദ്ധി എന്ന പുണ്യത്തിന് ജീവിതത്തില് വില കൽപ്പിക്കണം. പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലും ഇന്ന് സാമൂഹിക പശ്ചാത്തലങ്ങളിലും വിശുദ്ധിയൊക്കെ വളരെ ലാഘവത്തോടുകൂടി കാണാറുണ്ട്. പാപം ചെയ്ത ശാരീരിക ബന്ധം വിവാഹത്തിന് മുമ്പ് പുലർത്തുന്നതും അങ്ങനെ ഒരു ജീവിതം നയിക്കുന്നതിനും സ്വന്തം ശരീരത്തെ പാപത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതും വ്യഭിചാരവും എല്ലാ തരത്തിലുള്ള മ്ലേച്ഛതകളും ഒക്കെ നിറഞ്ഞൊരു കാലഘട്ടങ്ങളിൽ ദൈവ സ്നേഹത്തെ പ്രതി നിന്റെ വിശുദ്ധിക്ക് നീ വില കൊടുക്കുകയാണെങ്കിൽ നിന്നെ ഈ ഭൂമിയിൽ ദൈവം വിലപ്പെട്ടവനായിട്ട് കാണുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഒരു കുടുംബജീവിതത്തിന്റെ പരിശുദ്ധിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിവാഹ ജീവിതത്തെ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. ഭാര്യ ഭർത്തൃ ബന്ധത്തിന് അപ്പുറമായിട്ടുള്ള ഏത് ഒരു തിന്മയുടെ സാന്നിധ്യം, വിവാഹ ജീവിതത്തിന് അപ്പുറമായിട്ടുള്ള ഒരു ബന്ധം ആരംഭിക്കും. ബൈബിൾ കൃത്യമായിട്ട് പറയുന്നത് അന്ന് തന്നെ കുടുംബം തകർന്നു പോകും. പല കുടുംബജീവിതത്തിന്റെ തകർച്ചയുടെ പിന്നില് അവരുടെ കുടുംബജീവിതത്തിന്റെ പരിശുദ്ധിക്ക് വില കൊടുക്കാത്തതാണ് തകർച്ചയ്ക്ക് കാരണം. അതുകൊണ്ട് വ്യഭിചാരത്തെ കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ പോലും വേര് പിടിക്കുകയല്ല, അവർ സന്തതി പക്വത പ്രാപിക്കുകയല്ല, അല്ലെങ്കിൽ അപമാനം തന്നെയാണ്, അല്ലെങ്കിൽ സ്വർഗരാജ്യം പ്രാപിക്കുകയില്ല. ഇങ്ങനെയൊക്കെ ബൈബിളിൽ ആവർത്തിച്ച് വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ വിശുദ്ധി എന്ന പുണ്യം എത്രമാത്രം ഒരു കുടുംബജീവിതം നയിക്കുന്നവർക്കും ഒരു വിളി സ്വീകരിച്ച് ദൈവവിളി സ്വീകരിച്ചിട്ടുള്ളവർക്കും ഒരു യുവത്വത്തിന്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും കുഞ്ഞുകുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും ഒക്കെ എത്ര പ്രാധാന്യം നിറഞ്ഞതാണ് എന്ന് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. വിശുദ്ധിയെക്കുറിച്ച് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പരിശോധിക്കുമ്പോൾ ബൈബിള് നോക്കിയാണ് അതിന്റെ മൂല്യം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പല സന്ദർഭങ്ങളിൽ ഏകദേശം ഒരു 50 വചനങ്ങളെങ്കിലും വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. റോമാലേഖനം 12:1 പറയുകയാണ്, ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. 1 കൊരിന്ത്യർ 3:16 ദൈവത്തിന്റെ ആലയമാണ്. 1 കൊരിന്ത്യർ 6:19 പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. എബ്രായർ 12:14 വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ജ്ഞാനം 5:19 വിശുദ്ധിയെ ഞാൻ അജേയമായ പരിചയാക്കും. അല്ലെങ്കിൽ മത്തായി 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും. ഇങ്ങനെ വചനം തുടങ്ങി. ദൈവർ 10:10 ഇങ്ങനെ തുടങ്ങിയാല് വിശുദ്ധിയുമായിട്ട് അത്രമാത്രം വിലപ്പെട്ട ദൈവിക ബോധ്യങ്ങള് വചനത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ ഏത് കാലഘട്ടങ്ങളിലാണെങ്കിലും വിശുദ്ധി എന്ന പുണ്യത്തിന് ദൈവം നൽകുന്ന വിലയുണ്ട്. സൊദോം ഗൊമോറ എന്ന ദേശത്ത് വിശുദ്ധിയെ പുച്ഛിച്ചു തള്ളി വിശുദ്ധിക്കെതിരായിട്ടുള്ള പാപത്തെ ഉയർത്തിപ്പിടിച്ചപ്പോൾ അത് കത്തിച്ചാമ്പലായാണ് അത് അവസാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധി എന്ന പുണ്യത്തിന് നീ വില നൽകുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ പരിപാലിക്കുന്ന ഒരു സമയമുണ്ടാകും. വിശുദ്ധിക്ക് വില കൊടുക്കുന്നവരാകാം. വിശുദ്ധി എന്ന പുണ്യത്തിന് നീ വില കൊടുത്താൽ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവും. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.